ഹായ് ഫ്രണ്ട്സ്, കുങ്ഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. പലരും കമൻറ്റ് ചെയ്ത് തരാവുന്ന ലെഗ് സ്പ്ലിറ്റിനെ കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ലെഗ് സ്പ്ലിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലരുടെയും ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി പല രീതിയിലായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ എക്സസൈസുകൾ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഒരേ ഡ്യൂറേഷനിൽ തന്നെ ഫലം കിട്ടണമെന്നില്ല. കാരണം ചിലർക്ക് ചിലപ്പം പെട്ടെന്ന് കിട്ടും, ചിലർക്ക് കുറച്ച് വൈകായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുക, അതിനോടനുസരിച്ച് നിങ്ങളുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ സ്ട്രെച്ചിങ്ങിൽ പ്രധാനമായിട്ടും കാഫ് മസിൽ, തൈ മസിൽ, അതുപോലെ തന്നെ ഹാംസ്ട്രിങ്സ്, ഇങ്ങനെയുള്ള മസിൽസിൻ്റെ സ്ട്രെച്ചിങ്ങിനോടൊപ്പം തന്നെ നമ്മുടെ ഹിപ്പിൻ്റെ അൺലോക്കിങ് അഥവാ ഹിപ്പ് മൊബിലിറ്റി, ഈ ഒരു കാര്യം കൂടി ചേരുമ്പോൾ മാത്രമേ നമുക്ക് സ്പ്ലിറ്റ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത വർഷം നമുക്ക് ലെഗ് സ്ട്രെച്ച് മാത്രമേ ഉപയോഗം. നമുക്ക് സ്പ്ലിറ്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഹിപ്പ് അൺലോക്കിങ്ങിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത്തരത്തിലുള്ള വ്യായാമങ്ങൾ കൂടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ചെയ്യാം. ലെഗ് ഇതുപോലെ തിരിച്ചിട്ട് താഴെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാല് ഇതുപോലെ പുറത്തേക്ക്. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഒരു ക്യാൻവാസ് ഉപയോഗിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം ചെയ്യുന്ന സമയത്ത് താഴെയൊക്കെ സ്ലിപ്പാകാൻ ഒരു ചെറിയ പെയിനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ചെയ്യുന്നവർ ഒരു ക്യാൻവാസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കാലിന് അത്ര പെയിനൊന്നും വരില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്യാം. ഇനി താഴെ ടച്ച് ആവുന്ന രീതിയിൽ. ഇനി നമ്മൾ നിൽക്കുന്ന ഈ ഒരു കാല് കുറച്ചുകൂടി മുന്നിലേക്ക് വെക്കുക. ഇവിടെ ഒന്ന് കൈയുടെ സപ്പോർട്ട് കൊടുത്തിട്ട് സീറ്റ് ഇതുപോലെ ഒന്ന് താഴേക്ക്, ഈ ഒരു പാർട്ട് താഴേക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യാം. ഈ സമയത്ത് ബോഡി ബെൻഡായി പോകാതെ ഇതുപോലെ, എന്നിട്ട് ഇവിടെ നിന്ന് സീറ്റ് താഴേക്ക് ഇതുപോലെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ അനങ്ങാതെ വെക്കാതെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം ഓപ്പോസിറ്റ് ഈ ഒരു സൈഡിലേക്ക് വരിക. ലെഗ് ഇതുപോലെ തന്നെ നീ ടച്ച് ചെയ്യുക, പാരലായിട്ട് ടച്ച് ചെയ്യുക. ഇവിടെ നിന്ന് സീറ്റ് ഇതുപോലെ പ്രസ് ചെയ്യുക. ഇതും രണ്ട് സൈഡ് ചെയ്യുക. സെയിം ഇതേ മൂവ്മെൻറ്റ് തന്നെ അടുത്തൊരു വേരിയേഷൻ. നിങ്ങളിങ്ങനെ വരുന്ന സമയത്ത് കൈ ഇവിടെ ഇതുപോലെ ടച്ച് ചെയ്യുക. അതിനുശേഷം മുട്ടുകൈ ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് താഴെ ഈ ഒരു പാർട്ടിലേക്ക് ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുന്ന രീതിയിൽ, ഈ ഒരു കാലിന് പാരലായിട്ട് ക്രോസ് ചെയ്ത് വരുന്ന രീതിയിൽ ഇതിലേക്ക് കൊടുക്കുക. ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് വരിക. ഇത് ഓരോ ദിവസം തോറും ചെയ്ത് കൂട്ടിയിട്ട് നമ്മൾ ഈ ഒരു താഴേക്ക് നമ്മൾ ഫ്ലോറിലേക്ക് ഹെഡ് ഒന്ന് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആ സമയത്ത് ഇത് മാക്സിമം താഴേക്ക് പ്രസ്സാകുക. ഇതുപോലെ ടച്ച് ചെയ്യുക, ടച്ച് കിട്ടുന്ന രീതിയിൽ. അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇവിടെ വരിക. ഇവിടെ നിന്ന് നീ ഇതുപോലെ ടച്ച് ചെയ്യുക, കൈ സപ്പോർട്ട് ചെയ്യുക, എൽബോ മുട്ടുകൈ മടക്കിയിട്ട് താഴെ പാരലായിട്ട് ടച്ച് ആവുന്ന രീതിയിൽ. ഇനി ഇവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പിൽ തല താഴേക്ക്, നെറ്റി താഴേക്ക് മുട്ടുന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. അത് നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് നോക്കാം. ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ആ ഒരു മൂവ്മെൻറ്റിൽ നിന്ന് തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇതിലേക്ക് പ്രസ് ചെയ്തു. ഇനി ഇവിടുന്ന് റിവേഴ്സ് വരുന്ന സമയത്ത് കാല് കണ്ടോ ഇതുപോലെ താഴേക്ക് ഇരിക്കുക. താഴെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ലെഗിൻ്റെ മുകളിലല്ല, താഴെ ഫ്ലോറിലേക്ക് ഇരിക്കുക. ഇതിങ്ങനെ വരുന്ന രീതിയിൽ ഫ്ലോറിലേക്ക് ഇരിക്കുക. ലെഗ് വൈഡായി പോവാതെ ഇതിനോട് ചേർന്ന് തന്നെ ഇരിക്കുക. അപ്പോൾ ഈ കാല് സ്റ്റഡി ആയിട്ട് വെക്കുക. ഇനി ഇവിടുന്ന് രണ്ട് കൈകൾ ഇതുപോലെ തന്നെ ഈ കാലിൻ്റെ പുറകുവശത്തേക്ക്, ഫ്രണ്ടിലല്ല ഇവിടുന്ന് ബാക്ക് വശത്തേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്യാം. ഇതുപോലെ ക്രോസ് ചെയ്യുക. ഇതിലേക്കൊന്ന് ക്യാച്ച് ചെയ്യുക. ഹെഡ് കൊണ്ടുവന്നിട്ട് ഈ നീയിലേക്കൊന്ന് ടച്ച് ചെയ്യുക. ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം സെയിം ഇത് തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റും ചെയ്യുക. ഞാനിപ്പോൾ അതിലേക്ക് ചെയ്യുന്നില്ല. സെയിം ഇതേ മൂവ്മെൻറ്റ് തന്നെ തിരിച്ച് നമ്മൾ ഇവിടുന്ന് താഴേക്ക് വരുന്നതിൽ. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. ഈ ഒരു പൊസിഷനിൽ ഇരിക്കുക. ഇവിടുന്ന് അടുത്ത ലെഗ് എടുത്തിട്ട് ഇതുപോലെ ടോ മുകളിലേക്കായിട്ട് വരിക. ഇനി ഈ ഇരിക്കുന്നത് പോലെ തന്നെ കൈകൾ രണ്ട് ഇതുപോലെ രണ്ട് ആംഗിളിലേക്ക്, ഈ കാലിൻ്റെ നേരെ ഈ കൈയും ഇതിൻ്റെ നേരെ ഇങ്ങനെ വരുന്ന രീതിയിൽ. ഇനി ഇവിടുത്തെ കയ്യിലേക്ക് ഫോഴ്സ് കൊടുത്തിട്ട് നേരെ ഇപ്പുറത്തേക്ക് സൈഡിലേക്ക് ഉണ്ടോ ഇതുപോലെ താഴേക്ക് ഉള്ള സീറ്റ് മുഴുവൻ താഴേക്ക് മുട്ടുന്ന രീതിയിൽ ജസ്റ്റ് ഇവിടേക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് ഇരിക്കുക. അതിനുശേഷം അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക്. കൈയിൻ്റെ പൊസിഷൻ ഇവിടുന്ന് മാറരുത്. 1 2 1 2. അപ്പം ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി കാല് രണ്ട് ഇതുപോലെ ഒന്ന് സ്റ്റഡി ആക്കി വെക്കുക. ഇനി ഇവിടെ നിന്ന് ഒരു കാല് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. കൈ രണ്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിക്കുക, ആങ്കിളിലേക്ക് പിടിക്കുക. എന്നിട്ട് നമ്മൾ ഫേസിലേക്ക് വരുന്ന രീതിയിൽ ഇതിനെ ഇങ്ങനെ മാക്സിമം ഇങ്ങോട്ട് മടക്കിക്കൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ബോഡി ചരിഞ്ഞ് പോകാതെ ശ്രദ്ധിക്കുക. ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. മറ്റേ കാല് ഇവിടെ താഴെ ഉറപ്പിച്ച് തന്നെ വെക്കുക. ഇത് മാക്സിമം ഒന്ന് ഫേസിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക.
അടുത്ത ലെഗും അതുപോലെ തന്നെ ഇവിടുന്ന് 2 കാലും ഇതുപോലെ ഒന്ന് ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. അത് നമുക്കിനി അടുത്തൊരു മൂവ്മെൻറ്റ് നോക്കാം. ഇതുപോലെ തന്നെ വെക്കുക. ഒരു കാല് ഇതിന് മുകളിൽ കൂടി കണ്ടോ നമ്മൾ ഈ തൈസിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ ആയിട്ട് കൊണ്ടുവരിക. ഇവിടെ വന്നിട്ട് മുട്ടുകാലിങ്ങനെ മടക്കി ടൈറ്റ് ചെയ്യുക. കൈ അതുപോലെ തന്നെ ഇതിനൊന്ന് കവർ ചെയ്ത് പിടിക്കുക. ഫോഴ്സ് കൊടുത്തിട്ട് ഇത് മാക്സിമം ബോഡിയോട് ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ ബോഡിയുടെ ഒരു മൂവ്മെൻറ്റ് കണ്ടോ ഇതുപോലെ ഓപ്പോസിറ്റ്. നമ്മളിപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി കണ്ടോ ഇങ്ങനെ ഈ ഒരു ആംഗിളിലേക്കായിരിക്കും നമ്മുടെ ബോഡി വരുന്നത്. ഇവിടുന്ന് ഈ ലെഗ് എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സീറ്റും ഇതുകൂടി ഈ ഒരു ടേണിലേക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ക്യാച്ച് ചെയ്തൊന്ന് ഇങ്ങോട്ട് ചേർക്കുക. എന്നിട്ട് ബോഡി ഈ ഒരു വശത്തേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് ടേൺ ചെയ്യുക. നമ്മൾ ഹിപ്പ് അൺലോക്കിങ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ഈ ഒരു പാർട്ട് അൺലോക്കിങ് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകൾ ചെയ്യുന്നത്. അപ്പം ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ബോഡി ഓപ്പോസിറ്റിലേക്ക് തിരിക്കുക. സീറ്റ് അങ്ങോട്ടും നമ്മുടെ ബോഡി അപ്പർ ബോഡി ഈ ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിൽ ടൈറ്റ് ചെയ്ത് പിടിക്കുക. സെയിം അത് ഓപ്പോസിറ്റും. അടുത്ത കാലെടുത്ത് കണ്ട ഇങ്ങനെ വരുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ഇങ്ങോട്ടാണ് നമ്മൾ ടേൺ വരുന്നത്. അപ്പോൾ അത് ഇതിനെ പിടിച്ച് ചേർക്കുക. അതിനോടൊപ്പം തന്നെ അപ്പർ ബോഡിയെ ഈ ഒരു വശത്തേക്ക് മാക്സിമം തിരിച്ചു പിടിക്കുക. ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പാർട്ട് നന്നായിട്ട് ടൈറ്റ് ആവും. നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അത് മനസ്സിലാവും. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു മൂവ്മെൻറ്റുകളെല്ലാവരും 30 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് ചെയ്യാം. അതിന് ലെഗ് ഇതുപോലെ നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ലെഗ് ഇതുപോലെ ഇതിന് പാരലായിട്ട് ഇതുപോലെ ഒന്ന് പിടിക്കുക. കാല് താഴെ ടച്ച് ആവുന്ന രീതിയിൽ. അടുത്ത ലെഗ് ഓപ്പോസിറ്റ് പുറത്തേക്ക് മടക്കുക. ഇതുപോലെ കൈ രണ്ടും ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ബാക്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇത് നേരെ ഓപ്പോസിറ്റ് ഈ ഒരു വശത്തേക്ക് ഇതുപോലെ ഒന്ന് ടേൺ ചെയ്യുക. ഇങ്ങനെ ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ ടേൺ ഇതുപോലെ പോകരുത്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്തുണ്ട് നമ്മുടെ ഫുൾ ടേൺ നോക്കുവാണെങ്കിൽ കണ്ടോ ഈ നമ്മളെ ഹിപ്പ് ഇങ്ങോട്ടായിരിക്കും തിരിഞ്ഞു വരുന്നത്. തിരിച്ചു വരുമ്പോഴത്തേക്കും ഇങ്ങോട്ടും. അപ്പം ഇതിലേക്ക് പോവാതെ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് പോവാതെ ഈ അപ്പർ ബോഡിയെ ഇങ്ങോട്ട് തിരിച്ചു വെക്കും. ഓപ്പോസിറ്റ് ഇങ്ങോട്ട് തിരിയണതിന് പകരം അപ്പർ ബോഡി ഇങ്ങോട്ട് തിരിക്കുക. ലെഗ് മാത്രം ഇതുപോലെ വരും. ഇങ്ങോട്ട് ടേൺ കൊടുക്കുക. ഷോൾഡർ ഇതിലേക്ക് തിരിച്ചു കൊടുക്കുക. തിരിച്ച് ഇവിടെ വരുന്ന സമയത്ത് ഷോൾഡർ ഓപ്പോസിറ്റിലേക്ക് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് അതുപോലെ ചെയ്യണ്ട. 1 2 1 2 ഇതുപോലെ ഇങ്ങോട്ട് വരുന്ന രീതിയിൽ, ഇപ്പുറത്തേക്ക് പോകാതെ ഇങ്ങോട്ട് വരുന്ന രീതിയിൽ. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റും ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് ചെയ്യാം. ലെഗ് ഇതുപോലെ ചേർക്കുക. സീറ്റിനോട് ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചിട്ട് കൈ ഇതുപോലെ തന്നെ ഇവിടെ വയ്ക്കുക. ഇനി ഇവിടുന്ന് നമ്മുടെ നീ രണ്ടും ഇതുപോലെ താഴേക്ക് ഇതുപോലെ ഒന്ന് ചെയ്യുക. ബട്ടർഫ്ലൈ സ്ട്രെച്ച് എന്നാണ് ഈ ഒരു മൂവ്മെൻറ്റ് പറയുന്നത്. അപ്പം ഇതുപോലെ പ്രസ് ചെയ്യുക. മാക്സിമം താഴേക്ക് ലൂസായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ലെഗ് ഒരിക്കലും ടൈറ്റ് ചെയ്ത് പിടിക്കരുത്. മാക്സിമം ലൂസ് ചെയ്തിട്ടിട്ട് വേണം ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം ഫേസ് ലെഗിലേക്ക് വരുന്ന രീതിയിൽ മാക്സിമം ഒന്ന് ഡൗൺ ചെയ്യുക. ഡൗൺ ചെയ്തിട്ട് നമ്മുടെ ലെഗിൻ്റെ അറ്റത്തേക്ക് ടച്ച് കിട്ടുന്ന രീതിയിലൊന്ന് ബെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു മൂവ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ക്യാച്ച് ചെയ്തു. പിന്നെ ഇവിടുന്ന് കൈ ഇതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മളുടെ 2 മുട്ട് കൈ എൽബോ രണ്ടും ഇതുപോലെ കാലിലേക്ക് പ്രസ് ചെയ്യുക. സെൽഫായിട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ഇതിലേക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് താഴേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുക. എന്നിട്ട് നീ രണ്ടും ഈ ഒരു പാർട്ട് താഴേക്ക് ഫ്ലോറിലേക്ക് ടച്ചാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആണോ ഇവിടുന്ന് ഇതുപോലെ ടച്ചാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഇത് ചെയ്യുമ്പോഴും ലെഗ് മാക്സിമം ഒന്ന് ലൂസ് ചെയ്തിട്ടേക്കുക. നിങ്ങൾ ടൈറ്റ് കൊടുക്കുന്ന സമയത്ത് ഇത് താഴെ ഇത് ശരിക്കും ഇങ്ങോട്ടായിരിക്കും പോരുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്തിട്ടേക്കുക. അതിനുശേഷം ഈ ഒരു 2 പാർട്ടിലും ഇതുപോലെ താഴേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. അത് നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി നോക്കാം. ഇതുപോലെ ഒരു കാല് താഴെ ഇതുപോലെ ഇങ്ങനെ മുട്ടുകാല് കുത്തുക. അടുത്ത കാല് ഇതുപോലെ ഇവിടെ ഇങ്ങനെ വെക്കുക. ഇനി ഇവിടെ നിന്ന് നീ ഇതുപോലെ ഇങ്ങോട്ട് ബെൻഡ് ചെയ്യുക. അങ്ങോട്ട് ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഈ 2 ലെഗും പാരലായിട്ട് ഇരിക്കണം. ഫ്രണ്ടും ബാക്കും ആയിട്ട് വരാതെ മുട്ടുകാലം എവിടെയാണോ വെച്ചേക്കുന്നത് ആ ലൈനിൽ തന്നെ ഈ കാല് വരുന്ന രീതിയിൽ. പിന്നെ ഇവിടെ നിന്ന് താഴേക്ക് അങ്ങോട്ട് പ്രസ് ചെയ്യുക. സീറ്റ് ഇവിടെ വരുന്ന രീതിയിൽ ഇങ്ങനെ വരുന്ന രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പോർഷൻ ഇതുപോലെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇത് ഇങ്ങോട്ട് വെക്കുക. ഇവിടെ നിന്ന് ഇതുപോലെ നമ്മൾ താഴെ
ഫുൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു മൂമെൻറ്റിൽ മിഡിൽ സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മൂമെൻറ്റിലേക്കുള്ള ഒരു ഇതാണ് ഇതിലും കിട്ടുന്നത്. ആ ഒരു ഫീൽ തന്നെയാണ് ശരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് നോക്കാം. ഇതിൽ നീ ഇതുപോലെ രണ്ട് സൈഡിലേക്കും കുറച്ചൊന്ന് വൈഡ് ചെയ്ത് വെക്കുക, ലെഗും അതുപോലെ തന്നെ വെക്കുക. ഇനി ഇവിടെ നിന്ന് താഴേക്ക് കൈ ഇതുപോലെ ഒന്ന് ഇവിടെ വന്നിട്ട് ബോഡി താഴേക്ക് ഇടുക. ഫ്രോക്ക് പൊസിഷനാണത്, ഫ്രോക്ക് പൊസിഷൻ അങ്ങനെ പറയുക. അപ്പം താഴേക്ക് ഇതുപോലെ വരിക. വരുന്ന സമയത്ത് നമ്മൾ സീറ്റ് മാക്സിമം നീ ഒന്ന് വൈഡ് ചെയ്യുക. ഇനി ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ബാക്കിലേക്ക് ജസ്റ്റ് ഒന്ന് ബോഡി ഒന്ന് ബാക്കിലേക്ക് പുഷ് ചെയ്യുക. അതിനുശേഷം വീണ്ടും മുന്നിലേക്ക് വരിക, വീണ്ടും ബാക്കിലേക്ക്. ഓരോ തവണ നമ്മൾ ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മുട്ടുകാല് രണ്ട് സൈഡിലേക്ക് കുറച്ച് വൈഡ് ചെയ്യാൻ ശ്രമിക്കുക. ചെറിയൊരു മൂവ്മെൻ്റ് ആണെങ്കിലും പുറത്തേക്ക് പ്രസ്സാവുന്ന രീതിയിൽ ബാക്കിലേക്ക് വരിക. സീറ്റ് പരമാവധി ഉയർന്നു പോവാതെ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഡൗൺ കിട്ടും. നോർമലി ഇങ്ങനെ ഡൗൺ ആയിരിക്കും, പക്ഷേ നമ്മൾ ബാക്കിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി സീറ്റിന് ഹൈറ്റ് വരും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് സ്ട്രെച്ചിങ് കൂടുതൽ സൈഡിലേക്കുള്ള ഒരു സ്ലിപ്പിങ് കൂട്ടാൻ ശ്രമിക്കുക. ഇങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും പോവുക, വീണ്ടും ചെയ്യുക. അപ്പം ഈ ഒരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. അത് നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി നോക്കാം. മുന്നിലേക്ക് ഇതുപോലെ ഇതേപോലത്തെ ഒരു പൊസിഷനിലേക്ക് വരിക. ഇതുപോലെ നിൽക്കുക, കൈകൾ ഇതുപോലെ രണ്ട് സൈഡിലേക്കും വരിക. ഇനി ഇവിടുന്ന് നമ്മൾ ഈ ലെഗിനെ എടുത്തിട്ട് ഇതുപോലെ താഴെ പാരലായിട്ട് മുട്ടുകാലിൻ്റെ ഇവിടെ നിന്ന് താഴേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഇവിടെ ടച്ച് ഫുൾ ടച്ചായിട്ട് നിൽക്കുന്നത്. പിന്നെ ലെഗിൻ്റെ പൊസിഷൻ ബോഡി ഇങ്ങോട്ട് ടേൺ ആയി പോരും. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ടായിരിക്കും ടേൺ കിട്ടുന്നത്. പക്ഷേ അത് ഓപ്പോസിറ്റ് ഉള്ളിലേക്ക്, ഹിപ്പ് ഉള്ളിലേക്ക്. നമ്മൾ ഹിപ്പ് അൺലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഹിപ്പ് മൊബിലിറ്റിയുടെ ഒരു ഭാഗമാണത്. അപ്പം ഹിപ്പ് ഉള്ളിലേക്ക് തിരിയുന്ന രീതിയിലൊക്കെ കൈകൾ കൂടി ഇവിടെ സപ്പോർട്ട് ചെയ്യുക, ബോഡി ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. ഇനി ഇവിടെ നിന്ന് താഴേക്ക് മാക്സിമം ഒന്ന് ഡൗൺ ചെയ്യുക. ആദ്യത്തെ മൂവ്മെൻറ്റ് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് റൈസ് ചെയ്ത് നിന്നാൽ മതി. പക്ഷേ ഇത് കിട്ടും തോറും ഓരോ ദിവസം ചെയ്യുന്തോറും ഇത് താഴേക്ക് വരിക. ഇവിടെ നിന്ന് ബോഡി കൂടി താഴേക്ക് വരുന്ന രീതിയിൽ ഫുള്ളായിട്ട് ടച്ച് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ലാസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെ ടച്ച് കിട്ടുന്ന രീതിയിൽ പ്രസ്സായിട്ടിരിക്കുക. സെയിം രണ്ട് ലെഗും ഈ ഒരു സൈഡും അതുപോലെ തന്നെ ചെയ്യാം. അത് നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി നോക്കാം. ലെഗ് ഇതുപോലെ നിങ്ങളിതുപോലെ ഒരു വാളിൻ്റെ എഡ്ജിൽ ഇതുപോലെ ഒരു ഭിത്തിയോട് ചേർന്ന് അവിടെ സപ്പോർട്ട് വരുന്ന രീതിയിൽ കൈകൾ ഇതുപോലെ മുന്നിലേക്ക് വെക്കുക. ഇനി അടുത്ത് മാക്സിമം കിട്ടുന്നത്രയും വൈഡ് ചെയ്യുക. ലെഗ് ഇതുപോലെ കിട്ടുന്നത്രയും നിങ്ങൾക്ക് കിട്ടുന്നത്ര ഒരു മൂവ്മെൻറ്റിലൊക്കെ ഒന്ന് വൈഡ് ചെയ്യുക. അതിനുശേഷം പുഷപ്സ് പോലെ ബാക്കിൽ ഇതുപോലെ താഴേക്കൊന്ന് ഫ്ലോറിലേക്ക് ടച്ചായിട്ട് കിടക്കുക. ഇനി ഇവിടുന്ന് കയ്യിലേക്ക് ഫോഴ്സ് കൊടുത്തുകൊണ്ട് സീറ്റ് ബാക്കിലെ വാളിലേക്ക് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ലെഗ് മാക്സിമം കുറച്ച് പുറത്തേക്ക് പുഷ് ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും മുന്നിലേക്ക് വരിക, ബാക്കിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും ടച്ച് ചെയ്യുക. ഈ ടച്ച് ചെയ്യുന്ന സമയത്ത് സീറ്റ് പരമാവധി പൊങ്ങി പോവാതെ ഓരോ തവണയും താഴേക്ക് പ്രസ്സായി വരുന്ന രീതിയിൽ അതനുസരിച്ച് ലെഗ് നമ്മൾ കുറേശ്ശെ ഒന്ന് സ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. വീണ്ടും മുന്നിലേക്ക് വരിക. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. അതിന് ഇതുപോലെ നിങ്ങൾ വാളിന് ഫേസ് ചെയ്ത് കിടക്കുക. സീറ്റ് നേരെ വാളിലേക്ക് ചേർത്ത് വെക്കുക. മാക്സിമം താഴെ മുട്ടുന്ന രീതിയിൽ ഇതിനോട് സീറ്റ് ചേരുന്ന രീതിയിൽ വെക്കുക. കാല് ഇതുപോലെ സ്റ്റഡി ആയിട്ട് വെക്കുക. ഇനി ഇവിടുന്ന് രണ്ട് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ലെഗൊന്ന് വൈഡ് ചെയ്യുക. ഈ വാളിനോട് ചേർന്ന് തന്നെ മുന്നിലേക്ക് പോകേണ്ട, വാളിനോട് ചേർത്ത് തന്നെ ഇതുപോലെ ഒന്ന് കൈകൾ രണ്ടും എടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു പോർഷനിലേക്ക് കൊടുക്കുക. താഴേക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് തവണ ഇതുപോലെ ഒരു 2-3 തവണ വീതം ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. ഒരു 30 കൗണ്ട് വരുന്ന രീതിയിൽ ഒരു 3 തവണ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. അത് നമുക്ക് ലാസ്റ്റായിട്ടൊരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. ലെഗ് ഇതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന പൊസിഷനിലേക്ക് ഇതുപോലെ ഒന്ന് വൈഡ് ചെയ്ത് വെക്കുക. ഓരോ ദിവസം തോറും ഇത് കൂട്ടിയാൽ മതി. വൈഡാകുന്നത് ഓരോ ദിവസം കൂട്ടിയാൽ മതി. ആദ്യത്തെ ദിവസം ചെയ്യുമ്പോൾ കുറച്ചൊന്ന് അടുപ്പിച്ച് വെക്കുക. കൈകൾ ഇതുപോലെ മുന്നിലേക്ക് ഇതുപോലെ സ്ട്രൈറ്റ് ചെയ്ത് മുന്നിലേക്ക് വെക്കുക. ബോഡി താഴേക്ക് ഇതുപോലെ ഒന്ന് ഫ്ലോറിലേക്ക് വരുന്ന രീതിയിലൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. ഇത് ഓരോ ദിവസം തോറും ചെയ്യുന്തോറും ഈ ഒരു
വൈഡ് ഇത് കൂട്ടി കൊടുക്കുക. ഇത് കുറേശ്ശെ നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കൈ ഇതുപോലെ തന്നെ ഉണ്ടോ, കാലിങ്ങനെ നമ്മൾ വെച്ചിരിക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്തിട്ട് കൈ ഇതുപോലെ 2 കൈ ഇതുപോലെ തന്നെ കൊടുക്കുക. പിന്നെ ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ ഒന്ന് താഴേക്കൊന്ന് സ്കിഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും സെയിം ഇതേ മൂവ്മെൻറ്റ് തന്നെ ചെയ്യുക. അതിനുശേഷം കുറച്ചുകൂടി ഇതൊരു ദിവസം കൊണ്ടല്ല കേട്ടോ, നിങ്ങൾ പല ദിവസം ചെയ്യുമ്പോഴത്തേക്കാണ്, ഒറ്റ ദിവസം കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഓരോ ദിവസം തോറും ചെയ്യുന്നതോറും ഈ ഒരു മൂവ്മെൻറ്റ് കുറച്ച് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ക്ഷമയോടെ കുറച്ച് ദിവസം ആവർത്തിച്ച് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരേ ബോഡി ലാംഗ്വേജ് ആയിരിക്കണമെന്നില്ല, എല്ലാവർക്കും ഒരേപോലെ ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. അപ്പം പലർക്കും പല രീതിയിലായിരിക്കും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നത്. ചിലർക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സ്ട്രെച്ചിലേക്ക് വരും, ചിലർക്ക് കുറച്ച് നാൾ കൂടുതൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ക്ഷമയോടെ നമ്മളിത് ഫോളോ ചെയ്താൽ മാത്രം ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഈ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.